Good morning everyone. Welcome back to MTM Campus Educational Channel. Today we discuss the topic of functions of insurance. ഇന്ന് നമ്മൾ functions of insurance-നെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Functions of insurance. Functions of insurance-ൽ 3 functions ആണുള്ളത്. Primary functions, secondary functions, other functions of management. ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസിൽ ഫസ്റ്റ് പ്രൈമറി ഫങ്ഷനാണ്. പ്രൈമറി ഫങ്ഷൻസിൽ 4 പോയിൻ്റ് ആണുള്ളത്. പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ, കളക്റ്റീവ് റിസ്ക് ബിയറിംഗ്, ഇവാലുവേറ്റിംഗ് റിസ്ക്, പ്രൊവൈഡ് സെർട്ടൈനിറ്റി. ഈ പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഭാവിയിലുണ്ടാകുന്ന റിസ്ക്, ആക്സിഡൻറ്റ്, അൺസെർട്ടൈനിറ്റി ഇവയ്ക്ക് പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളതാണ് ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഇൻഷുറൻസ് അപ്പോൾ നമുക്ക് നോക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ഇൻഷുറൻസ് ഈസ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഫ്യൂച്ചർ റിസ്ക്, ആക്സിഡൻറ്റ്, അൺസെർട്ടൈനിറ്റി. നമുക്കറിയാം ആക്സിഡൻറ്റ്, അൺസെർട്ടൈനിറ്റി അല്ലെങ്കിൽ ഭാവിയിലുണ്ടാകുന്ന നഷ്ടങ്ങൾ അവയ്ക്ക് പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫങ്ഷൻ. Insurance cannot check the happening of the risk but can certainly provide for the losses of risk. ഇൻഷുറൻസിന് റിസ്ക് നടക്കുന്നത് ചെക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ആ റിസ്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ റിസ്കിന് പ്രൊട്ടക്ഷൻ നൽകാൻ കഴിയും. അപ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? റിസ്ക് ഉണ്ടാകുന്നത് അവർക്ക് ചെക്ക് ചെയ്യാൻ കഴിയില്ല. റിസ്ക് ഉണ്ടായോ ഇല്ലേ എന്നുള്ളത് അവർക്ക് ചെക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ റിസ്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ അറിയിച്ചാൽ അവർ എന്ത് ചെയ്യാം? അതിന് വേണ്ട പ്രൊട്ടക്ഷൻ, സെർട്ടൈനിറ്റി നൽകാൻ കഴിയും. ഇൻഷുറൻസ് ഈസ് ആക്ച്വലി എ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് എക്കണോമിക് ലോസ് ബൈ ഷെയറിംഗ് ദ റിസ്ക് വിത്ത് അതേഴ്സ്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് ലോസിനെതിരെയുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ പ്രൊട്ടക്ഷൻ നൽകുന്നത്? കമ്പനിക്ക് മൊത്തം ഈ പൈസ കൊടുക്കാൻ കഴിയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഈ റിസ്ക് ഉണ്ടാവണമെന്നില്ല. എല്ലാ ഇൻഷുറൻസ് എടുത്തവർക്കും റിസ്ക് ഉണ്ടാവണമെന്നില്ല. അത്തരം എല്ലാവരിൽ നിന്നും കിട്ടിയ ആ പ്രീമിയം എമൗണ്ടാണ് ഒരു ആൾക്ക് റിസ്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ 100-ൽ ഒരാൾക്ക് റിസ്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ റിസ്ക് ഷെയർ ചെയ്ത് പോകുന്നത്. മനസ്സിലായോ? ദെൻ സെക്കൻഡ് പോയിന്റ്, കളക്റ്റീവ് റിസ്ക് ബിയറിംഗ്. കളക്റ്റീവ് റിസ്ക് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെ. ഇൻഷുറൻസ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു ഷെയർ ദ ഫിനാൻഷ്യൽ ലോസ്. ഫിനാൻഷ്യൽ ലോസിനെ ഷെയർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് insurance. It is a medium through which few losses are divided among large number of people. അതായത് കുറേ ആൾക്കാരെ വെച്ചിട്ട് ഒരു ചെറിയ എമൗണ്ട് ഓഫ് ലോസസ് അവരെന്ത് ചെയ്യണം? ഷെയർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അത് നമുക്കറിയാം. 100 ആളിൽ നിന്ന് നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം വാങ്ങിക്കുകയാണെങ്കിൽ, ഒരു ഇൻഷുറൻസ് കമ്പനി 100 ആളിൽ നിന്ന് ഇൻഷുറൻസ് തുക വാങ്ങിക്കുകയാണെങ്കിൽ, ഇൻഷുറൻസിനുള്ള പ്രീമിയം വാങ്ങിക്കുകയാണെങ്കിൽ ആ 100 ആൾക്കും റിസ്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ 100-ൽ ഒരാൾക്ക് റിസ്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ 100 ആളുടെയും പ്രീമിയം എമൗണ്ട് ഷെയർ ചെയ്തുകൊണ്ടാണ് ഒരാളുടെ റിസ്ക് ഓവർകം ചെയ്യാനുള്ള പ്രൊട്ടക്ഷൻ നൽകുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഫ്യൂ ലോസസ് ഒരാൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ കുറച്ച് പേർക്കുണ്ടാകുന്ന ഫ്യൂ ലോസസിനെ കൂടുതൽ പേരുമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓൾ ദി ഇൻഷുർഡ് ആഡ് ദ പ്രീമിയംസ് ടുവാർഡ്സ് എ ഫണ്ട് ആൻഡ് ഔട്ട് ഓഫ് വിച്ച് ദ പേഴ്സൺസ് ഫേസിങ് സ്പെസിഫിക് റിസ്ക് ഈസ് പെയ്ഡ്. എല്ലാവരും കൊടുക്കുന്ന പ്രീമിയം, ആ ഫണ്ടിലേക്ക് കൊടുക്കുന്ന പ്രീമിയം കൊണ്ട് ആർക്കാണോ റിസ്ക് ഫേസ് ചെയ്യുന്നത് അവർക്ക് പേ ചെയ്ത് കൊടുക്കുന്നതാണ് ചെയ്യുന്നത്. അതാണ് കളക്റ്റീവ് റിസ്ക് ബിയറിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഇവാലുവേറ്റിംഗ് റിസ്ക്. ഇവാലുവേറ്റിംഗ് റിസ്ക് എന്ന് പറഞ്ഞാൽ റിസ്ക് ഇവാലുവേറ്റ് ചെയ്യുക, റിസ്ക് അസസ് ചെയ്യുക. അതാണ് ഇവിടെ പറയുന്നത്. ഇൻഷുറൻസ് ഫിക്സേഴ്സ് ദ ലൈക്ലി വോളിയം ഓഫ് റിസ്ക് ബൈ അസസിങ് ഡൈവേഴ്സ് ഫാക്ടേഴ്സ് ദാറ്റ് ഗിവ്സ് റൈസ് ടു റിസ്ക്. അതായത് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് വെച്ചിട്ട് റിസ്കിനെ അസസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻഷുറൻസ് അതിന് ഒരു ഇൻഷുറൻസ് ഇത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്
എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നുള്ളത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ റിസ്കിനുള്ള എമൗണ്ട് ആയാലും ആ റിസ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അവർ ഫിക്സ് ചെയ്യും. എന്നിട്ടാണ് that give rise to risk. Risk is the basis for ascertaining the premium rate as well. അതിൻ്റെ പ്രീമിയം എന്ന് പറയുന്ന പ്രീമിയത്തിൻ്റെ ബേസിൽ, പ്രീമിയം എന്ന് പറയുന്നത് റിസ്കിൻ്റെ ബേസിലാണ്. ഓരോ റിസ്കിനും അതിൻ്റെ ബേസിൽ പ്രീമിയം റേറ്റ് അസർട്ടൈൻ ചെയ്യുക. അപ്പോൾ നമ്മൾ റിസ്കിൻ്റെ വോളിയത്തിനനുസരിച്ച് ഇൻഷുറൻസ് ഫിക്സ് ചെയ്യും. അതിനനുസരിച്ചുള്ള ഇൻഷുറൻസ് എടുക്കുന്നു. ഇൻഷുറൻസ് എന്ന് പറയുന്ന അതിൻ്റെ പ്രീമിയം റേറ്റ് എന്ന് പറയുന്നത് റിസ്കിൻ്റെ ബേസിലാണ്. അപ്പോൾ റിസ്ക് അസസ് ചെയ്യുന്നത്, ഇപ്പോൾ റിസ്ക് അസസ് ചെയ്തതിന് ശേഷമാണ്, ഇപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണ്, നിങ്ങൾക്കറിയാം ആക്സിഡൻറ്റ് പലതരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. ആ ഇൻഷുറൻസിൽ 2 lakhൻ്റെ ഉണ്ട്, കോടിയുടെ ഇൻഷുറൻസും ഉണ്ട്. അപ്പോൾ ഇത് സംഭവിച്ചാൽ കിട്ടുന്ന അത് എടുക്കുന്ന ഇൻഷുറൻസിൻ്റെ റിസ്കിനനുസരിച്ചാണ് നമ്മൾ ഏത് റിസ്ക്കാണോ നമ്മൾ കവർ ചെയ്യുന്നത്, ആ കവർ ചെയ്യുന്ന റിസ്കിനനുസരിച്ചാണ് ഇൻഷുറൻസ് ഫിക്സ് ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് അതേപോലെ പ്രീമിയം ഫിക്സ് ചെയ്യുന്നത്. ദെൻ പ്രൊവൈഡ് സെർട്ടൈനിറ്റി പ്രൊവൈഡ് ചെയ്യുക. നമുക്കറിയാം ഉറപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അൺസെർട്ടൈനിക്ക് ഒരു സെർട്ടൈനിറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഭാവിയിലുണ്ടാവുന്ന അൺസെർട്ടൈനിറ്റിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് സെർട്ടൈനിറ്റി ആക്കി മാറ്റുന്നതാണ് എവിടെ പ്രൈമറി ഇൻഷുറൻസ് ചെയ്യുന്നത്. ഇൻഷുറൻസ് ഈസ് എ ഡിവൈസ് വിച്ച് അസിസ്റ്റ് ഇൻ ചേഞ്ചിങ് അൺസെർട്ടൈനിറ്റി ടു സെർട്ടൈനിറ്റി. അവർക്ക് ഭാവിയിൽ അൺസെർട്ടൈനായി കിടക്കുന്ന ഒരു സംഭവത്തെ സെർട്ടൈൻ ആക്കി കൊടുക്കുകയാണ്. അതങ്ങനെ സംഭവിച്ചാലും കുഴപ്പമില്ല, അവർക്ക് ഉറപ്പ് കിട്ടുന്ന ഒരു സംഭവമാണ് എന്ത് പ്രൊവൈഡ് സെർട്ടൈനിറ്റി എന്ന് പറയുന്നത്. അതും ഇൻഷുറൻസിൻ്റെ ഒരു പ്രൈമറി ഫങ്ഷനിൽ വരും. സെക്കൻഡറി ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ്. സെക്കൻഡറി ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസിൽ 4 പോയിൻ്റാണുള്ളത്. പ്രിവൈൻഡിങ് ലോസസ്, കവറിങ് ലാർജർ റിസ്ക് വിത്ത് സ്മോൾ ക്യാപിറ്റൽ, ഹെൽപ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് ലാർജർ ഇൻഡസ്ട്രീസ്, പ്രൊവൈഡ്സ് ക്യാപിറ്റൽ. പ്രിവെൻറ്റിംഗ് ലോസസ്, ഒന്നാമത്തത് പ്രിവെൻറ്റിംഗ് ലോസസ്. എങ്ങനെ ലോസ് ഉണ്ടാവുന്നതിനെ തടയുക എന്നുള്ളതും ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ഫങ്ഷനാണ്. ഇൻഷുറൻസ് വാണ്ട്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ് to have suitable device to prevent unfortunate after effects of risk by observing safety instructions, installation of automatic sparkler alarm system. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി പറയും ഇവരോട്, കമ്പനിയോടായാലും ഇൻഡിവിജ്വൽസിനോടായാലും ഇത്തരം റിസ്കുകൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്നത് ഒഴിവാക്കണം. മനസ്സിലായോ? എന്താണ് അറിഞ്ഞുകൊണ്ട് ഒരു റിസ്ക്കും ഉണ്ടാക്കരുത്. എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ കമ്പനി ആയാലും ഇൻഡിവിജ്വൽ ആയാലും നിർബന്ധമായും എടുക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഇപ്പോൾ ഫയർ ആണെങ്കിൽ ഫയർ അലാറം സിസ്റ്റം അവിടെ ഓണാക്കി വെക്കണം. അതേപോലെ തന്നെ ഏത് കാര്യമാണെങ്കിലും അവിടെ ഒരു സേഫ്റ്റി മെഷേഴ്സ് എടുക്കണം എന്നുള്ളത് ഈ കമ്പനിയെ ആയാലും ഇൻഡിവിജ്വലിനെ ആയാലും ഇവരെ അറിയിക്കണം എന്നുള്ളത് സെക്കൻഡറി ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസിലുള്ളതാണ്. രണ്ടാമത്തത് കവറിങ് ലാർജർ റിസ്ക് വിത്ത് സ്മോൾ ക്യാപിറ്റൽ. എന്താണ് കവറിങ് ലാർജർ റിസ്ക് വിത്ത് സ്മോൾ ക്യാപിറ്റൽ? അവർക്ക് സ്മോൾ ക്യാപിറ്റൽ കൊടുത്തുകൊണ്ട് ലാർജർ റിസ്ക് കവർ ചെയ്യാൻ കഴിയുന്നുണ്ട് അല്ലേ. നമുക്കറിയാം ഇൻഷുറൻസ് എന്താണ് പറയുക, നമ്മൾ കൊടുക്കുന്ന പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് ചെറിയ എമൗണ്ട് ആവും. പക്ഷെ നമുക്ക് കിട്ടുന്ന റിസ്കിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട്, ഇൻഡെംനിഫൈങ് എമൗണ്ട് എന്തായിരിക്കും? നമുക്ക് കിട്ടുന്നത് വലിയ എമൗണ്ട് ആവും, ലാർജ് എമൗണ്ട് ആവും. അതാണ് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇൻഷുറൻസ് റിലീസ് ദ ബിസിനസ്മെൻസ് ഫ്രം സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്?
ഈ ഇൻഷുറൻസ് കമ്പനികൾ ബിസിനസ്മാൻമാരെ സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് അവരെ റിലീവ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അവരെ ഒഴിവാക്കിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവർക്ക് ഇങ്ങനത്തെ ഒരു നഷ്ടം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമൊന്നും വേണ്ട. ദിസ് ഈസ് ഡൺ ബൈ പേയിങ് സ്മോൾ എമൗണ്ട് ഓഫ് പ്രീമിയം എഗെയിൻസ്റ്റ് ലാർജർ റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി. അവർക്ക് ഭാവിയിലുണ്ടാകുന്ന ലാർജർ റിസ്കിനും അൺസർട്ടൈനിറ്റിക്കും അവർ കൊടുക്കേണ്ട തുക എന്ന് പറഞ്ഞാൽ നാമമാത്ര തുക ആയിട്ടുള്ള പ്രീമിയം ആയിരിക്കും കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നൊക്കെ ബിസിനസ്മാനിന് റിലീവ് ചെയ്യിപ്പിക്കുന്നു ഇൻഷുറൻസ് കമ്പനികൾ. തേർഡ് പോയിന്റ്, ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലാർജ് ഇൻഡസ്ട്രീസ്. ലാർജ് ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്. എന്താ, ഒരു കമ്പനി ലാർജ് ഇൻഡസ്ട്രീസ് ഒക്കെ ആകുമ്പോൾ അവർക്ക് എന്താണ്, ആ കമ്പനി സെറ്റപ്പ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ മോർ റിസ്ക് ഉണ്ട്. ആ റിസ്ക് കവർ ചെയ്യാനുള്ള പ്രൊട്ടക്ഷനുള്ള ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒഴിവാക്കാൻ പറ്റും. ഇൻഷുറൻസ് പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് ടു ദോസ് ലാർജർ ഇൻഡസ്ട്രീസ് വിച്ച് ഹാവ് മോർ റിസ്ക് ഇൻ ദെയർ സെറ്റിംഗ് അപ്പ്. ആ കമ്പനി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി സെറ്റിംഗ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മോർ റിസ്ക് ഉണ്ട് എങ്കിൽ ആ മോർ റിസ്കിനെ കവർ ചെയ്യാവുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്തരം പ്രോബ്ലംസ് ഒഴിവാക്കിക്കൊണ്ട് അവരുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഫോർത്ത് വൺ, പ്രൊവൈഡ്സ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇൻഷുറൻസ് പ്രൊവൈഡ്സ് ക്യാപിറ്റൽ വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ നാഷൻ. അതായത് ഒരു ഇൻഷുറൻസ് ക്യാപിറ്റൽ ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു കമ്പനിക്ക് ഒരു ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള നെസസറി ആയിട്ടുള്ള ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് എന്തിലേക്ക് ലീഡ് ചെയ്യും? എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ നേഷൻ. അതുകൊണ്ട് തന്നെ ദ ഇൻഷുറൻസ് പ്രൊവൈഡ്സ് ക്യാപിറ്റൽ വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ നാഷൻ എന്നാണ് പറയുന്നത്. ഒരു കമ്പനിക്ക് ഇൻഷുറൻസ് ക്യാപിറ്റൽ കൊടുക്കുകയാണെങ്കിൽ അത് എന്തിന് എസെൻഷ്യലാണ്? ഒരു നാഷൻ്റെ, ഒരു കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് എസെൻഷ്യലാണ്. ദ അക്യുമുലേറ്റഡ് ഫണ്ട്സ് ആർ ഇൻവെസ്റ്റഡ് ഇൻ പ്രൊഡക്റ്റീവ് ചാനൽ. അക്യുമുലേറ്റഡ് ഫണ്ട്സ് ഒക്കെ എങ്ങനെയാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇൻവെസ്റ്റഡ് ഇൻ എ പ്രൊഡക്റ്റീവ് ചാനൽ. പ്രൊഡക്റ്റീവ് ചാനലിലേക്ക് അത് എന്ത് ചെയ്യണം? പ്രൊഡക്റ്റീവ് ചാനലിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഇവർ അക്യുമുലേറ്റ് ചെയ്യുന്ന ഫണ്ട്. അതുകൊണ്ട് തന്നെ അത് നാഷൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ കൊടുക്കുന്ന ക്യാപിറ്റൽ, അതായത് സാധാരണ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രീമിയം ഒക്കെ അവർ പ്രൊഡക്റ്റീവ് ചാനലിലൂടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന തരത്തിൽ യൂട്ടിലൈസ് ചെയ്യുന്നത് കൊണ്ടാണ് പ്രൊവൈഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി തേർഡ് പോയിന്റ്, മെയിൻ ഹെഡിങ്ങിൽ തേർഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് അതർ ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ്. അതിൽ 3 പോയിന്റ് ആണുള്ളത്. ഇറ്റ് ഈസ് എ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ടൂൾ. ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ടൂളാണ്. നിങ്ങൾക്കറിയാം, പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. കാരണം നമ്മളെല്ലാവരും എന്തിന് മാത്രമല്ല ഇൻഷുറൻസ് എടുക്കുന്നത്? ലൈഫിന് മാത്രമല്ല ഇൻഷുറൻസ് എടുക്കുന്നത്. ഒരു മക്കളുടെ മാരേജിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് എടുക്കാറുണ്ട്. ചിൽഡ്രൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കാറുണ്ട്. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിന് വേണ്ടി ഇൻഷുറൻസ് എടുക്കാറുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ഇൻഷുറൻസ് നമ്മൾ എടുക്കാറുണ്ട്. വെറും ലൈഫിന് മാത്രം, ലൈഫ് ഇൻഷുറൻസ് നമ്മൾ ചത്താൽ കിട്ടണ മാത്രമല്ല ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ മുന്നിൽ പലതരത്തിലുള്ള പ്ലാനുകളും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇൻഷുറൻസ് കമ്പനീസ്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ബെസ്റ്റ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്. ഒരാളുടെ ബെസ്റ്റ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്. നമുക്കറിയാം, റെസ്ട്രിക്റ്റിംഗ് അൺനെസസറി എക്സ്പെൻസസ് ബൈ ദ ഇൻഷുർഡ്. അതുകൊണ്ട് തന്നെ ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ ഈ ഇൻഷുറൻസ് എടുത്ത വ്യക്തിയുടെ അൺനെസസറി എക്സ്പെൻസസ് ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ഇൻഷുറൻസ് എടുക്കുക.
People take up insurance as a good investment options and they also select it. People ഇൻഷുറൻസിനെ കാണുന്നത് എന്തായിട്ടാണ്? ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ആൻഡ് ദേ ഓൾസോ സെലക്ട് ഇറ്റ്. അവരെന്താണ് ഇത് സെലക്ട് ചെയ്യുന്നത്? ബിക്കോസ് ദേ വിൽ ഗെറ്റ് എ ടാക്സ് എക്സംഷൻ. അവർക്ക് ടാക്സ് എക്സംഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇവരതിനെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഇൻഷുറൻസ്, നമ്മളെല്ലാവരും ഇൻഷുറൻസ് എടുക്കാറുണ്ട്. ഇൻഷുറൻസ് എന്തിനാണ്? റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിനായിരിക്കാം, ചൈൽഡിൻ്റെ മാരേജിനായിരിക്കാം, ചിൽഡ്രൻ്റെ എഡ്യൂക്കേഷനായിരിക്കാം, ഹയർ സ്റ്റഡീസിന് പോകാനൊക്കെ ഇൻഷുറൻസ് എടുക്കാറുണ്ട്. അപ്പം നമ്മൾക്ക് അത് ഈ എമൗണ്ട് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ അൺനെസസറി എക്സ്പെൻസസ് ഒഴിവാക്കുക. അവോയ്ഡ് അൺനെസസറി എക്സ്പെൻസസ് ആൻഡ് ഓൾസോ സെലക്ട് ഇറ്റ്. ദേ വിൽ ഗെറ്റ് എ ടാക്സ് എക്സംഷൻ. രണ്ട് കാര്യങ്ങൾ ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. രണ്ടാമത്തത് മീഡിയം ഓഫ് ഏണിംഗ് ഫോറിൻ എക്സ്ചേഞ്ച്. ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ മീഡിയ ആയിട്ട് ഇൻഷുറൻസ് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എക്സാമ്പിൾ പറയുന്നത് ഏത് കൺട്രി ആയാലും ആ കൺട്രിക്ക് ഫോറിൻ എക്സ്ചേഞ്ചിലൂടെ എന്ത് നേടാൻ കഴിയും? ഏണിംഗ് ഉണ്ടാക്കാൻ കഴിയും. അത് മെയിൻലി ആയിട്ട് ഇൻഷുറൻസ് കമ്പനി ബൈ വേ ഓഫ് ഇഷ്യൂ ഓഫ് മറൈൻ ഇൻഷുറൻസ് കമ്പനീസാണ്. മറൈൻ ഇൻഷുറൻസ് പോളിസീസിലൂടെയാണ്. കാരണം നമ്മളുടെ ഇന്ത്യയിലുള്ള കമ്പനി വിദേശത്ത് ചെന്നാൽ അവിടെ നിന്നും ഇൻഷുറൻസ് എടുക്കാറുണ്ട്. അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുള്ള ഷിപ്പുകൾ നമ്മളുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ നിന്ന് എന്തെങ്കിലും റിസ്ക് സംഭവിക്കുകയാണെങ്കിൽ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ നാട്ടിൽ അവർ ഇൻഷുറൻസ് എടുക്കാറുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ ഇൻഷുറൻസുകൾ എടുക്കാറുണ്ട്. അത് എന്തിന് സഹായിക്കും? നമ്മളുടെ ഫോറിൻ എക്സ്ചേഞ്ചിലൂടെയുള്ള മണി ഏൺ ചെയ്യാൻ സഹായിക്കുക. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് മീഡിയം ഓഫ് ഏണിംഗ് ഫോറിൻ എക്സ്ചേഞ്ച്. ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെയിലൂടെയുള്ള ഏണിങ്ങിൻ്റെ മീഡിയമായിട്ട് പ്രവർത്തിക്കുന്നത് എന്താണ്? ഇൻഷുറൻസ് ആണ്. മൂന്നാമത്തത് റിസ്ക് ഫ്രീ ട്രേഡിന് ഇത് സഹായിക്കുന്നുണ്ട്. റിസ്ക് ഫ്രീ ട്രേഡിന്, അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവാറുണ്ട്? നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് ഇല്ലേ? എന്താണ്? ഫോറിൻ കറൻസീസിലുള്ള വ്യതിയാനങ്ങൾ ഇന്ത്യൻ റുപ്പിയുമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫോറിൻ റുപ്പീസിലുള്ള വ്യതിയാനങ്ങൾ നമ്മൾക്ക് നഷ്ടം ഉണ്ടാക്കാറുണ്ട്. സെയിം ആസ് അതേപോലെ ഇത് നമുക്ക് ലാഭം ഉണ്ടാക്കും, നഷ്ടം ഉണ്ടാക്കും. അതിന് നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കാറുണ്ട്. അപ്പോൾ നഷ്ടം ഉണ്ടാവുന്നത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും? നഷ്ടം ഉണ്ടാവും. അപ്പോൾ ആ നഷ്ടങ്ങളെ തികത്താൻ വേണ്ടി നമ്മൾ എക്സ്പോർട്ട് ഇൻഷുറൻസിനെ എൻകറേജ് ചെയ്യുക. Making foreign trade risk free with the help of different types of policies under marine insurance cover. മറൈൻ ഇൻഷുറൻസ് കവറിൻ്റെ കീഴിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിസീസിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എന്തൊക്കെ ഈ ഫോറിൻ ട്രേഡിനെ റിസ്ക് ഫ്രീ ആക്കിയിട്ട് മാറ്റാൻ കഴിയും. അതിൽ എക്സ്പോർട്ട് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ് ഉള്ളത്. പ്രൈമറി ഫങ്ഷൻസ് കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അതേപോലെ സെക്കൻഡറി ഫങ്ഷൻസ് കുറച്ച് പോയിന്റ് ഉണ്ട്, തേർഡ് അതർ ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.